Welcome to Geno's Physics World. Welcome first year students, +1 science students. +1 സയൻസ് സ്റ്റുഡൻസിൻ്റെ ഫിസിക്സ് എന്ന വിഷയം പലർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അത് കൂടുതലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ +1 ഫിസിക്സിൻ്റെ ചില പാഠഭാഗങ്ങളിലേക്ക് കടക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു. നമ്മൾ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഓക്കെ, സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ ഫിസിക്സിൻ്റെ കുറച്ച് ബേസാണ്. നമ്മുടെ ഈ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ചാപ്റ്റർ ശരിക്കും NCERT ടെസ്റ്റിൽ ഫിസിക്കൽ വേൾഡാണ്. അത് കുട്ടികൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് കൂടുതലും അധ്യാപകർ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നേച്ചർ ഉണ്ടായ കാലം മുതൽ 2 കാര്യങ്ങളെ നേച്ചറിലുള്ളൂ. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ്? ചെറിയ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. മാറ്റർ ആൻഡ് എനർജി, ദ്രവ്യവും ഊർജവും മാത്രമാണ് ഈ ലോകത്ത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ളത്, അല്ലേ? മാറ്റർ ആൻഡ് എനർജി. സീ ദിസ്. സോ മാറ്ററിനെ എനർജിയാക്കി മാറ്റാം, എനർജിയെ കംപ്രസ് ചെയ്താൽ മാറ്ററാക്കാം. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻസ് റിലേഷൻ, എനർജി ക്യാൻ ബി കൺവെർട്ടഡ് ഇൻ ടു മാറ്റർ ആസ് E=mc². m മാസ്സാണ്, c സ്പീഡ് ഓഫ് ലൈറ്റാണ്. ഇപ്പോൾ m എന്ന് പറഞ്ഞ മാസിനെ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ എനർജി കിട്ടുന്നതാണ്. ഏതൊരു മാസിനെയും കൺവേർട്ട് ചെയ്ത് എനർജി ആക്കാം. സിമിലർലി എനർജിയെ കംപ്രസ് ചെയ്താൽ നമുക്ക് മാറ്ററാക്കി മാറ്റാൻ പറ്റും. എനർജിയെ കംപ്രസ് ചെയ്ത് മാറ്ററാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ എനർജിക്ക് ഉദാഹരണമാണ് നിങ്ങൾക്കറിയാം റേഡിയേഷൻ, സൺറൈസ്, അല്ലേ? അല്ലെങ്കിൽ ഹീറ്റ് റേഡിയേഷൻസ്, ഇതെല്ലാം എനർജിക്ക് ഉദാഹരണമാണ്. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽ ഒബ്ജക്ട്സ്, പാർട്ടിക്കിൾസ്, ഇതെല്ലാം മാറ്ററാണ്. ഓക്കെ, അപ്പോൾ മാറ്ററും എനർജിയും മാത്രമാണ് ഫിസിക്സിൽ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഈ പോർഷൻ്റെ കാര്യത്തിലോട്ട് കടക്കാം. നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്, ഫിനോമിന, ഒരുപാട് പ്രോപ്പർട്ടീസ്, ഇതെല്ലാം ഉണ്ട്, അല്ലേ? ഇപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്, അതല്ല ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? വ്യത്യാസമുണ്ട്. ഇത് ദിസ് മച്ച്, ഇത് ദിസ് മച്ച്, അല്ലേ? ഇത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ല. ഇതിന് ഇത്രയാണെന്ന് പറയും, ഇതിന് ഇത്രയുണ്ടെന്ന് പറയും, അല്ലേ? അപ്പോൾ ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. ആ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്കിന് ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട്, അല്ലേ? ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്ക് മനസ്സിലുണ്ടായിരിക്കും. ആ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? വി കോൾ ഇറ്റ് ആസ് ലെങ്ത്. ഓക്കെ, ഇനി അതേപോലെ ഇത് ഞാനിങ്ങനെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഫീലിംഗ് അല്ല ഇത് വെച്ച് നോക്കുമ്പോൾ ഉള്ള ഫീലിംഗ്. വ്യത്യാസമുണ്ട്, അല്ലേ? ചെറിയ വ്യത്യാസം. അതല്ല, ഇത് വയ്ക്കുമ്പോൾ ഉള്ള ഫീലിംഗ് വ്യത്യാസമുണ്ട്, അല്ലേ? ഡിഫറൻ്റാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്തായിരിക്കും? ദാറ്റ് ഈസ് കാൾഡ്, ദാറ്റ് പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് കോൾഡ് മാസ്. ദാറ്റ് പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഈസ് കോൾഡ് മാസ്, അല്ലേ? അതുപോലെ ഒരു സൺസ് റൈസിനും ഒരു സൺസെറ്റിനും ഇടയിലുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്,
ആ ഒരു ഇൻ്റർവൽ, അതൊരു ക്യാരക്ടറിസ്റ്റിക്. അതല്ല നമ്മൾ ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി ഭൂമി വലം വയ്ക്കാനായിട്ട് വേണ്ടത്, അല്ലെങ്കിൽ ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു, റൊട്ടേഷൻ ഓഫ് എർത്ത് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ഓർ റെവല്യൂഷൻ ഓഫ് എർത്ത് അറൗണ്ട് സൺ, ഇതിനെല്ലാം എടുക്കുന്ന ഒരു ഇൻ്റർവെൽ വ്യത്യാസമുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഒരു വീക്കിൽ കുറേ സൺ റൈസുകളുണ്ട്, ഒരു മാസത്തിൽ കുറേ സൺറൈസുകളുണ്ട്. ഇതിനെല്ലാം എടുക്കുന്ന ഒരു ഇടവേള, അതൊരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്കാണ്. ഇപ്പോൾ സാറ്റേൺ റിവോൾവ് ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ലിലല്ല എർത്ത് റിവോൾവ് ചെയ്യുന്നത് അല്ലേ, സണ്ണിന് ചുറ്റും. അപ്പോൾ ആ ഒരു ഇൻ്റർവെൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്കിന് പുതിയൊരു പേര് കൊടുക്കുന്നു. എന്തായിരിക്കും അത്? ടൈം അല്ലേ, ടൈം. അപ്പോൾ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കിന് കൊടുത്ത പേരാണ് ടൈം. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്: മാസ്, ലെങ്ത്, ടൈം. ഈ 3 ഓരോരോ ക്യാരക്ടറിസ്റ്റിക്കാണ്. ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്കിന് കൊടുത്ത നെയിം, ദി നെയിം ഗിവൺ ടു ദാറ്റ് പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് അല്ലേ, അതിന് ഒന്ന് മാസ്, ലെങ്ത്, ടൈം. ഓക്കെ. അപ്പോൾ ഈ 3 നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഈ 3 മാത്രമല്ല, ഇനിയുമുണ്ട്. അപ്പോൾ ഈ 3 പ്രത്യേകത നിങ്ങൾക്കറിയാം. നമുക്കൊരിക്കലും മാസിൽ നിന്ന് ലെങ്ത് കണ്ടെത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ലെങ്ത്തിൽ നിന്ന് ടൈം കണ്ടെത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ലെങ്ത് ഒരിക്കലും മാസിൻ്റെ ടൈംസിൽ പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത് പരസ്പരം ഒരിക്കലും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. all are independent quantities, they do not depend on each other. We can't derive length from mass, or we can't derive time from length. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ദീസ് ആർ കാൾഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ. സോ ഞാനിവിടെ 3 ക്വാണ്ടിറ്റീസാണ് പറഞ്ഞത്: മാസ്, ലെങ്ത്, ടൈം. ഇത് 3 ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സാണ് അല്ലേ. അപ്പോൾ അതേപോലെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, ഇപ്പോൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അതൊരു പ്രത്യേക നേച്ചറിലൊരു പർട്ടിക്കുലർ ഫിനോമിനനാണ്. ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്ന് വാട്ടർ ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകുന്നു, പർട്ടിക്കുലർ ഫിനോമിനനാണ്. അപ്പോൾ ഇതിനെല്ലാം ഈ പേര് കൊടുത്തിരിക്കുന്നത് ഓരോരോ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. മാസ്, ലെങ്ത്, ടൈം, അങ്ങനെ. അപ്പോൾ ഈ പേരുകൾ ഞാനൊരു പ്രത്യേക രീതിയിൽ പറയുന്നു. ഇവയെ പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്തെന്ന് പറയുന്നു? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമ്മുടെ നേച്ചറിലുള്ള ചില ക്യാരക്ടറിസ്റ്റിക്, ഫിനോമിന, പ്രോപ്പർട്ടീസ്, ഇവയെ എന്താണ് ഞാൻ വിളിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റ് ആകണമെങ്കിൽ നമുക്ക് ഇപ്പോൾ മാസ്, ഹൗ മച്ച് ഈസ് ദിസ് നമ്മളറിയണം, ഓർ ഹൗ മച്ച് ഈസ് ദിസ് അല്ലേ, ഹൗ മച്ച് മാസ് ദിസ്, ഓർ ഹൗ മച്ച് ഈസ് ദിസ്. ഓക്കെ. അപ്പോൾ ഇത് തമ്മിൽ ഇത് എത്രയാണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളത്, ഈ മാസിൻ്റെ വ്യത്യാസം മെഷർ ചെയ്യാൻ നമ്മൾ അറിയണം. അതേപോലെ ലെങ്ത്, ദിസ് ഈസ് ഷോർട്ടർ ദാൻ ദിസ്, ഓർ ദിസ് ഈസ് ലോങ്ങർ ദാൻ ദിസ്. ഓക്കെ. അപ്പോൾ ഇതിന് നീളം കൂടുതലാണ്, ഇതിന് നീളം കുറവാണ്. അപ്പോൾ അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ അറിയണം. ഓക്കെ. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയുമ്പോൾ അത് മെഷർ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ അതിനെ പൂർണ്ണമായും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇതാണ്, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നു, എൻ്റെ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നു, എനിക്ക് ദേഷ്യം കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് എല്ലായിടത്തും സ്നേഹം കൂടുതലാണ്, അല്ലെങ്കിൽ
എനിക്ക് എൻ്റെ വേറെ ഏതെങ്കിലും ഒരു വികാരം ഞാൻ പറയുന്നു, അല്ലേ? അപ്പോൾ ഈ ദേഷ്യം അല്ലെങ്കിൽ സ്നേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റുന്നതല്ല, അല്ലേ? ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതുകൊണ്ട് തന്നെ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആകണമെങ്കിൽ അതെപ്പോഴും നമുക്ക് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ മെഷർ ചെയ്യാൻ പറ്റിയിരിക്കണം നമുക്ക്. അപ്പോൾ മെഷർ ചെയ്യാൻ പറ്റുന്നവയായിരിക്കണം എപ്പോഴും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡെഫിനേഷൻ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക്, ഇറ്റ് ഈസ് ദി നെയിം ഓഫ്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒന്ന് ഡിഫൈൻ ചെയ്യാം. അതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എന്തൊക്കെയാണുള്ളത്? ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഫിനോമിന അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ മെഷർ ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, സോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ദി നെയിം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഓർ phenomena or property in nature which can be measured. It is the name of the characteristic or phenomena or property in nature which can be measured. ഇതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എപ്പോഴും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം, അല്ലേ? അപ്പോൾ പ്രധാനമായും നമ്മൾ ആദ്യം പറഞ്ഞത് മാസ്, ലെങ്ത്, ടൈം, അല്ലേ? ഇങ്ങനെ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് പറഞ്ഞത്. നമുക്ക് മാസ്, ലെങ്ത്, ടൈം, ഇതിൽ ലെങ്ത് ഒന്നാലോചിക്കും. ലെങ്ത്, അല്ലേ? ലെങ്ത് ആലോചിക്കും. ലെങ്ത് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഇതൊരു ലെങ്ത്താണ്, അല്ലേ? ഇതൊരു ലെങ്ത്താണ്, ഇതൊരു ലെങ്ത്താണ്. സപ്പോസ് ഇത് ഒരു ടേബിളിൻ്റെ ടോപ്പാണെന്നിരിക്കട്ടെ. ഈ ലെങ്ത്തിൻ്റെ ഡയറക്ഷനിലല്ല ഈ ലെങ്ത്ത് വരച്ചിരിക്കുന്നത്, വ്യത്യാസമുണ്ട്. ഇതിങ്ങോട്ടാണ്, ഇതിങ്ങോട്ടാണ്. ഇതിനിടയിൽ 90 ഡിഗ്രി ഉണ്ടല്ലേ? അപ്പോൾ 90 ഡിഗ്രിയിലാണ് ഈ ലെങ്ത്തിൻ്റെ ഡയറക്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. അതുകൊണ്ട് ഈ ഡയറക്ഷനെ നമ്മളൊരു പർട്ടിക്കുലർ നെയിം, പുതിയ നെയിം കൊടുക്കുന്നു. അതായത് ഇത് ലെങ്ത് തന്നെ, ഇതിന് ലെങ്ത് തന്നെയായിരുന്നു, ബട്ട് സിൻസ് ഇറ്റ് ഈസ് 90 ഡിഗ്രി ടു ദിസ്, ഇതുമായിട്ട് 90 ഡിഗ്രി ഡയറക്ഷനിലായതുകൊണ്ട് ഇതിനൊരു പുതിയ പേര് കൊടുത്തു, ബ്രെഡ്ത്ത്. എന്തെന്നാ വിളിച്ചത്? അതിനെ ബ്രെഡ്ത്ത് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഈ ഡയറക്ഷനിലായതുകൊണ്ട് അതിനെ ലെങ്ത്. ഇത് രണ്ടും ലെങ്ത് തന്നെയാണ്, ബട്ട് ഈ ഡയറക്ഷൻ ആയതുകൊണ്ട് ബ്രെഡ്ത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് അല്ല, ഇതിന് വ്യത്യാസമുണ്ടല്ലേ? ഇതിന് വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു സ്മോൾ റൂം എടുക്കുന്നു, തൊട്ടപ്പുറത്തൊരു ലാർജ് റൂം, അതിൻ്റെ സർഫസ് വളരെ വലുപ്പമുള്ളതാണ്. അത് കഴിഞ്ഞ് അപ്പുറത്തൊരു ഗ്രൗണ്ട് എടുത്തു, വലിയൊരു മൈതാനം, അതിന് വേറെന്തോ വലിയ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അപ്പോൾ മനസ്സിൽ ഓടി വരുന്ന ഒരു ടേമാണ് എന്താ അവിടെ ചേഞ്ച് ചെയ്യുന്നത്? ഏരിയ. ഏരിയ ചേഞ്ച് ചെയ്യുന്നു. സോ ഏരിയ. അപ്പോൾ ഏരിയയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ലെങ്ത്ത്, ബ്രെഡ്ത്ത്, അതിന് വന്ന ചേഞ്ച്. പക്ഷേ ഇത് രണ്ട് ലെങ്ത്ത് തന്നെയാണ്, ഡയറക്ഷൻ മാറിയതുകൊണ്ടാണ് ഇതിന് ബ്രെഡ്ത്ത് എന്ന് നെയിം കൊടുത്തത്. സോ നമ്മളെങ്ങനെയാണ് ഏരിയ കണ്ടെത്തുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് ഏരിയ കണ്ടെത്തുന്നത്, അല്ലേ? ബട്ട് ഈ ലെങ്ത്ത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഇവിടെ എഴുതിയതാണ്, ഈ ലെങ്ത്ത് തന്നെയാണ്. ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി അതിലേക്ക് ആഡ് ചെയ്തപ്പോഴാണ് ബ്രെഡ്ത്ത് എന്ന് പേര് വന്നത്. എങ്കിലും അത് ലെങ്ത്ത് തന്നെയാണ്, അല്ലേ? അപ്പോൾ പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഇത് ബ്രെഡ്ത്തായി മാറി, അതിനൊരു പുതിയ നെയിം വന്നു. അതായത് ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നെയിം ഗിവൺ ടു എ പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ്. സോ ഏരിയ ഇപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതി? നമ്മൾ ആദ്യം എഴുതിയ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തു. അതായത് ഇവിടെ 2 ലെങ്ത്താണ് വന്നിരിക്കുന്നത്, ഇതും ലെങ്ത്ത് തന്നെയാണ് ബേസിക്കലി. ഓക്കെ, ഇനി സപ്പോസ് ഈ പോയിന്റിൽ നിന്ന് ഒരാൾ ഈ പോയിന്റ് വരെ എത്താൻ, ഈ പോയിന്റിൽ നിന്ന് ഒരാൾ ഈ പോയിന്റ് വരെ എത്തി. ഓക്കെ, സോ അയാൾ 2 സെക്കൻഡ് കൊണ്ടെത്തി.
മറ്റൊരാൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ 1 സെക്കൻഡ് കൊണ്ടെത്തി. അപ്പോൾ ഇതിനിടയിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ലെങ്ത് സെയിം ആണ് അല്ലേ, ലെങ്ത് സെയിം ആണ്. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഇവിടെ വരുന്നുണ്ട്. ഇയാൾ 2 സെക്കൻഡ്സ് കൊണ്ടെത്തി, ഇയാൾ 1 സെക്കൻഡ് കൊണ്ടാണ് എത്തിയത്. അപ്പോൾ പുതിയൊരു ക്യാരക്ടറിസ്റ്റിക്കിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വിച്ച് ഈസ് കാൾഡ് വെലോസിറ്റി. ഓക്കെ. അപ്പോൾ ഈ വെലോസിറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് പറയാനായിട്ട് ഞാൻ എന്താ പറഞ്ഞത്, ഇവിടെ ടൈമിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ടൈമിനെ എടുത്തു. ടൈം എന്ന് പറഞ്ഞ പ്രത്യേക ക്വാണ്ടിറ്റി, ടൈം ഏതിൽ വന്നതാണ്, ഇതാണെന്ന്, ടൈം ഇതിൽ വന്നു. അതേപോലെ ഈ ലെങ്ത്തും പറയേണ്ടി വന്നു അല്ലേ. അപ്പോൾ ഈ ലെങ്ത്ത് ഇവിടം മുതൽ ഇവിടം വരെ 2 സെക്കൻഡ്, ഇവിടം വരെ 1 സെക്കൻഡ്. അപ്പോൾ ഈ ടൈമും ഈ പോയ ലെങ്ത്തും ചേർത്തെടുത്തപ്പോൾ ഞാൻ പുതിയ ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തു, വെലോസിറ്റി. അപ്പോൾ ഇതെടുത്തത് ടൈമിൽ നിന്നും ലെങ്ത്തിൽ നിന്നുമാണ്. സോ അതുകൊണ്ട് ഈ 2 ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റിക്ക് വേണ്ടി ഞാൻ എടുക്കേണ്ടതായിട്ട് വന്നത്. ഓക്കെ. ഇനി നമുക്കറിയാം അല്ലേ, ഒരു പർട്ടിക്കുലർ ഫിനോമിന, ഇപ്പോൾ ഒരാൾ ഇതിനെ സപ്പോസ് ഇതിനെ ഞാൻ പുഷ് ചെയ്തു അല്ലേ, ഇതിനെ പുഷ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക എഫക്റ്റ് അവിടെ ഉപയോഗിച്ചു. പക്ഷെ അത്രയും വേണ്ടി വന്നില്ല ഇതിനെ പുഷ് ചെയ്യാൻ, ചെറിയൊരു എഫക്റ്റേ വേണ്ടി വന്നു. ഏതോ ഒരു പർട്ടിക്കുലർ എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ രണ്ടിനെ പുഷ് ചെയ്തത്. അപ്പോൾ ഇത് ആ എഫക്റ്റ് കൊടുത്തപ്പോൾ ഇത് മൂവ് ചെയ്തു. പക്ഷേ ഇത് മൂവ് ചെയ്ത പോലെയല്ല ആ എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മൂവ് ചെയ്തത്, കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അപ്പോൾ അവിടെ ഏതോ ഒരു എഫക്റ്റ് ഇതിനെ പുഷ് ചെയ്യുന്നുണ്ട്. ആ എഫക്റ്റ് പ്രധാനമായും നമ്മൾ എന്തിൻ്റെ ഡിഫറൻസിലാണ് പറയുന്നത്, ഈ 2 ക്വാണ്ടിറ്റീസിൻ്റെ നോക്കൂ, ഇതിൻ്റെ മാസ് അല്ല ഇതിൻ്റെ മാസ് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ആ എഫക്റ്റ് ഏത് വെച്ച് നമുക്ക് പറയാൻ പറ്റി, ഇതിൻ്റെ മാസ് വെച്ച് പറയാൻ പറ്റി. മാത്രമല്ല ഇത് എടുത്ത് ഒരു പ്രത്യേക സമയത്ത് ഇതെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു, ആ ഒരു സമയം കൊണ്ടല്ല ഇതെടുത്തിട്ടപ്പോൾ പോയി വീണത്, വ്യത്യാസം കണ്ടു. അപ്പോൾ ഇതെടുത്തിട്ടപ്പോൾ പോയി വീണ സമയം കൊണ്ടല്ല ഇതെടുത്തിട്ടപ്പോൾ പോയി വീണത് അല്ലേ. ഇത് രണ്ടും ഡിഫറൻറ്റ് ടൈമിലാണ് പോയി വീണത്. അപ്പോൾ അവിടെ ആ ഒരു പ്രത്യേക വെലോസിറ്റിയുടെ വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ. ഇത് റെസ്റ്റിലാവാൻ വേണ്ട സമയമല്ല, ഇത് റെസ്റ്റിലായത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ഇതിൽ ടൈം ഇൻക്ലൂഡഡ് ആണ്, മാത്രമല്ല വെലോസിറ്റിയും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് 1 സെക്കൻഡ് കൊണ്ട് വേണമെങ്കിൽ ഇത് ചിലപ്പോൾ 2 സെക്കൻഡ് ഉണ്ട്. അതായത് ഇതിൻ്റെ വെലോസിറ്റിക്ക് വന്ന വ്യത്യാസമല്ല ഇതിൻ്റെ വെലോസിറ്റിക്ക് വന്നത്. അപ്പോൾ അവിടെ ഞാൻ ആ പർട്ടിക്കുലർ എഫക്റ്റായിട്ടുള്ള ഒരു സംഭവം ആദ്യം പുഷ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു മാസ് അതിനെ ആശ്രയിക്കുന്നുണ്ട്, പിന്നെ ടൈം ആശ്രയിക്കുന്നുണ്ട്, വെലോസിറ്റി ആശ്രയിക്കുന്നുണ്ട് അല്ലേ. വെലോസിറ്റിയുടെ ആ ഒരു വ്യത്യാസം ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒരു എഫക്റ്റിനെ ഞാൻ വിളിക്കുന്ന പുതിയ പേരാണ് ഫോഴ്സ് എന്ന് പറഞ്ഞു, ഫോഴ്സ്. ഇപ്പോൾ ഫോഴ്സിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു, ഫോഴ്സിൽ അതിൻ്റെ മാസ് ഉണ്ട് അല്ലേ, മാസ്, പിന്നെ ഉള്ളത് അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയുടെ ചേഞ്ച് അല്ലേ, പിന്നെ എന്തുണ്ട്, ടൈം, ഇതെല്ലാം ഉണ്ട്. ടൈം, മാസ്, വെലോസിറ്റി, ടൈം, ഇതെല്ലാം ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ എല്ലാ ടേംസിൽ ഫോഴ്സിനെ ഞാൻ ഡിഫൈൻ ചെയ്തു, ഇതിൻ്റെ ടേംസിൽ വെലോസിറ്റി നേരത്തെ ഡിഫൈൻ ചെയ്തു, ഏരിയ പിന്നെ നേരത്തെ ഡിഫൈൻ ചെയ്തു, ലെങ്ത്തിലും ബ്രെഡ്ത്തിലും എല്ലാം. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് എല്ലാം ഇതിലാണ്, അതായത് ഈ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിലാണ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ. പക്ഷേ ഈ ക്വാണ്ടിറ്റികളെ എനിക്ക് അങ്ങനെയൊന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റിയില്ല. സോ these quantities are called fundamental quantities. These quantities are called fundamental quantities, mass, length, time, and these are called derived one: area, velocity, force, etc. Okay.